തകരാറിലായതിനെ തുടർന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത യുദ്ധവിമാനം F-35 പരിശോധനയ്ക്കായി വിദഗ്ധ സംഘം നാളെ ബ്രിട്ടനിൽ നിന്ന് വരും. വിമാനം ഭാഗികമായി പൊളിച്ചു മാറ്റിയേക്കുമെന്ന് അറിയുന്നു. തകരാർ പരിഹരിക്കാനായി ഇല്ലെങ്കിൽ വിമാനം കാർഗോ വിമാനത്തിൽ UK തിരികെ കൊണ്ടുപോകാനാണ് അവരുടെ ശ്രമം. മനീഷ് മഹിവാൽ വിവരങ്ങളുമായി ചേരുന്നു. മനീഷ്, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് SKN. കഴിഞ്ഞ ജൂൺ 14-ാം തീയതിയാണ് ലോകത്തെ തന്നെ ഏറ്റവും വിലയേറിയ വിമാനങ്ങളിൽ യുദ്ധവിമാനങ്ങളിലൊന്നായ F-35B, അതായത് 5ാം തലമുറയിൽപ്പെട്ട വിമാനമാണ്. ആ വിമാനം നിലവിൽ 19 ദിവസം കഴിഞ്ഞിട്ടും തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഡൊമസ്റ്റിക് ബേയിലാണ്. അത് മറ്റ് അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് പോലും മാറ്റിയിട്ടില്ല. കാരണം അങ്ങനെ ഒരു സംഭവം അസാധാരണമാണ്. ഒരു രാജ്യത്തിൻ്റെ അവരുടെ വിമാനത്താവളത്തിലെ അറ്റകുറ്റപ്പണി നടത്തുന്ന ഹാങ്ങറിലേക്ക് മറ്റൊരു രാജ്യത്തിൻ്റെ യുദ്ധവിമാനം അങ്ങനെ ഹാങ്ങറിലേക്ക് കയറ്റുന്നത് സാധാരണമായി ഇതിനു മുൻപൊന്നും കേരളത്തിലെ വിമാനത്താവളത്തിൽ എങ്ങും യാത്രാ വിമാനങ്ങൾ അങ്ങനെ ഹാങ്ങറിലേക്ക് മാറ്റിയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പക്ഷേ ഈ രീതിയിൽ യുദ്ധവിമാനം മാറ്റി സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഒരു 14 അംഗ സംഘം ബ്രിട്ടനിൽ നിന്ന് ശനിയാഴ്ച നാളെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും. അവിടെ നിന്നും ഡൊമസ്റ്റിക് ബേയിൽ നിന്നും ഈ യുദ്ധവിമാനം F-35 ഹാങ്ങറിലേക്ക് മാറ്റിയ ശേഷം വിദഗ്ധ സംഘം അത് പരിശോധിക്കും. ഒപ്പം തന്നെ അത് ബ്രിട്ടനിലെ എയർഫോഴ്സ് സംഘം മാത്രമല്ല, എയർഫോഴ്സിലെ ടെക്നീഷ്യൻസ്മാർ മാത്രമല്ല, ഈ F-35 നിർമ്മിച്ച നിർമ്മാണ കമ്പനിയിലെ ടെക്നീഷ്യന്മാർ കൂടി എത്തുന്നു. അതുകൊണ്ടാണ് ഇത്രയും കാലതാമസം ഉണ്ടായത്. അതുകൊണ്ട് ഈ ബ്രിട്ടൻ പാർലമെൻറ്റിലടക്കം ഇത് വലിയ ചർച്ചാ വിഷയമായി. ലോകത്ത് തന്നെ വലിയ ലോകോത്തര യുദ്ധവിമാനമാണെന്ന് പറഞ്ഞ വിമാനം ഈ രീതിയിൽ അങ്ങനെ തകരാറായത് വലിയ നാണക്കേട് ബ്രിട്ടൻ ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ ബ്രിട്ടൻ പാർലമെൻറ്റിൽ വലിയ ചർച്ചയായ സ്ഥിതിക്കാണ് ആ നിർമ്മാണ കമ്പനിയിലെ ടെക്നീഷ്യന്മാരടക്കം തന്നെ ഈ നേരിട്ട് ഇവിടെ എത്തിയത് പരിശോധിക്കാനുള്ള സാധ്യത നോക്കുന്നത്. പക്ഷേ അവരെത്തിയാലും ഈ വിമാനത്തിൻ്റെ തകരാർ പരിഹരിക്കാൻ പറ്റുമെന്ന് കരുതുന്നില്ലെന്നാണ് നിലവിൽ ആദ്യഘട്ടത്തിലെ പരിശോധനയിൽ നിന്ന് മനസ്സിലാക്കുന്നത്. കാരണം അതിൻ്റെ സാങ്കേതിക തകരാർ ഇതിനു മുൻപൊന്നും കേട്ടുകേൾവിയില്ലാത്ത തരത്തിൽ ഉണ്ടായിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് എയർലിഫ്റ്റ് ചെയ്ത് മറ്റൊരു സൈനിക ഗതാഗത വിമാനത്തിൽ അതിനെ എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി പരിശോധിക്കുന്നുണ്ട്. പക്ഷേ മുഴുവനായി F-35 വിമാനം എയർലിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനുള്ള സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ചില ഭാഗങ്ങൾ അഴിച്ചു മാറ്റിയ ശേഷം ആ രീതിയിൽ അത് ഭാഗികമായ വിമാനം എയർലിഫ്റ്റ് ചെയ്ത് ഒരു സൈനിക ഗതാഗത വിമാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യത കൂടി പരിഗണിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള സാധ്യത എങ്ങനെയാണെന്നുള്ള കാര്യം ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പക്ഷേ നേരത്തെ ഇത് 200 നോട്ടിക്കൽ മൈൽ അകലെയുള്ള കേരള തീരത്ത് 200 നോട്ടിക്കൽ അകലെയുള്ള ഒരു യുദ്ധവിമാന വാഹിനി കപ്പലിലായിരുന്നു ഇത് പറന്നുയർന്നത്, സൈനിക അഭ്യാസത്തിന് വേണ്ടി പറന്നുയർന്നത്. ആ കപ്പൽ നിലവിൽ ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോയിട്ടുണ്ട്. ഇന്ത്യയും ബ്രിട്ടനും ചേർന്ന് സംയുക്തമായി നടത്തിയ സൈനിക അഭ്യാസത്തിനിടെയാണ് പ്രതികൂല കാലാവസ്ഥയിൽ ഈ വിമാനത്തിന് തിരിച്ചിറങ്ങാൻ കഴിയാതെ വന്നതും അത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയതും. SKN.